അല്ലേ? അനുസരിച്ച് കിട്ടിയായിരുന്നു. യെസ്. അപ്പൊ നമുക്കിപ്പോ കിട്ടിയത് ഇവിടുന്ന് നമ്മൾ ഒരു കാര്യം പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഇവിടുന്ന് നമ്മൾ പറയുന്നൊരു പോയിന്റ് എന്നറിയോ? പെർസെൻറ്റേജ് ഓഫ് എറർ. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. മെഷേർഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ ഡിവൈഡഡ് ബൈ ട്രൂ വാല്യൂ. എത്ര കിട്ടും പെർസെൻറ്റേജ് ഓഫ് എറർ? പെർസെൻറ്റേജിലുള്ളതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, ഇൻറ്റു 100. ഇവിടെ മെഷേർഡ് വാല്യൂ എത്രയാണ് പറഞ്ഞേ? മെഷേർഡ് വാല്യൂ എത്രയാണ്? എന്താ ഐശ്വര്യ പ്രശ്നം? കരണ്ടും കൂടി പറയാവുന്നു. ഏതിന്റെ കരണ്ടാ ചോദിച്ചേ? ഐഡാഷ് ആണോ? പറഞ്ഞേ ഐശ്വര്യ. കറണ്ട് ചോദിച്ചത്, കറണ്ട് പറഞ്ഞത് 100 ഡിവൈഡഡ് ബൈ 40 2.5 വരും. അതാണോ ഉദ്ദേശിച്ചത് ഐശ്വര്യ? ഐശ്വര്യക്ക് ഓക്കെ, പെർസെൻറ്റേജ് ആണോ ഉദ്ദേശിച്ചത്? ഓക്കെ, റൈറ്റ്. അപ്പൊ പെർസെൻറ്റേജ് എത്ര കിട്ടി? ഓക്കെ. പറഞ്ഞേ, പെർസെൻറ്റേജ് ഓഫ് എറർ എത്ര കിട്ടി? ആദ്യം പറഞ്ഞ മെഷേർഡ് വാല്യൂ ഇവിടെ എത്രയാണ്? യെസ്. ആദ്യം ഇത് പറഞ്ഞു, മെഷേർഡ് വാല്യൂ എത്രയാണ്? അതാദ്യം പറഞ്ഞു. ഏതാണ് മെഷേർഡ് വാല്യൂ വരാൻ പോകുന്നത്? യെസ്. ആദ്യം ഇതെന്ന് പറഞ്ഞു. മെഷേർഡ് വാല്യൂ ഏതേ വരുള്ളൂ? 60. യെസ്. മെഷേർഡ് വാല്യൂ ഏതേ വരുള്ളൂ? ശരിയാണോ പറഞ്ഞു വരുന്നത്? 60 അല്ല. മെഷേർഡ് വാല്യൂ എന്ന് പറഞ്ഞത് ഇപ്പം പ്രാക്ടിക്കൽ ആയിട്ടുള്ള നമ്മുടെ വോൾട്ട്മീറ്റർ അളന്നതാണ് മെഷേർഡ് വാല്യൂ. അത് 50 ആണ്. ശരിയാണോ ഐശ്വര്യ പറഞ്ഞു വരുന്നത്? റിൻസി ക്ലിയർ ആണോ? ഇവിടെ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച 50 ആണ് ശരിക്കും ഈ പറഞ്ഞ പ്രാക്ടിക്കൽ വോൾട്ട്മീറ്റർ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതുകൊണ്ട് മെഷേർഡ് വാല്യൂ അതാണ്, 50 ആണ്. ശരിക്കും പറഞ്ഞാൽ ട്രൂ വാല്യൂ ഏതാണ്? ഐഡിയൽ വോൾട്ട്മീറ്റർ ആയിരുന്നു, അല്ലെങ്കിൽ പെർഫെക്റ്റ് വോൾട്ട്മീറ്റർ ആയിരുന്ന സമയത്ത്. യെസ്, അശ്വിനെ നെഗറ്റീവ് ആവും. നെഗറ്റീവേ വരുള്ളൂ. നെഗറ്റീവ് തന്നെ പറയുകയും വേണം. മെഷേർഡ് വാല്യൂ 60 ട്രൂ വാല്യൂ 50. തെറ്റാണ്. ട്രൂ വാല്യൂ 60 മെഷേർഡ് വാല്യൂ 50. കേട്ടോ നയന? ആലോചിച്ച് നോക്ക്. നമ്മുടെ വോൾട്ട്മീറ്റർ പ്രാക്ടിക്കലായി പേരിക്കുന്നത് യഥാർത്ഥത്തിൽ ഐഡിയൽ വോൾട്ട്മീറ്റർ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് വോൾട്ട്മീറ്റർ. അങ്ങനെ ഉണ്ടാക്കാനൊന്നും പറ്റൂല. അപ്പോൾ ഐഡിയൽ വോൾട്ട്മീറ്റർ ശരിക്കും പറഞ്ഞാൽ വരേണ്ടത് ട്രൂ വാല്യൂ. അതാണ് കറക്റ്റ് വാല്യൂ, ട്രൂ വാല്യൂ. പക്ഷെ നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ നമ്മുടെ ഏതിന്റെ എഫക്റ്റ് കൊണ്ട്, നമ്മുടെ വോൾട്ട്മീറ്ററിന്റെ പ്രശ്നം കൊണ്ട് നമുക്ക് എത്ര വാല്യൂ കിട്ടി? 50 കിട്ടി. അപ്പൊ അതാണ് മെഷേർഡ് വാല്യൂ. അപ്പൊ മെഷേർഡ് വാല്യൂ മൈനസ് 60 ഡിവൈഡഡ് ബൈ 60 ചെയ്യുമ്പം മൈനസ് കൂടെ ഉണ്ടാകണം കേട്ടോ. ഉറപ്പായിട്ടും മൈനസ് ഉണ്ടാകണം. പെർസെന്റേജ് എഴുതുമ്പോൾ മൈനസ് 16.67 അല്ലേ? എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? സിക്സ്റ്റി എന്താണ്? ട്രൂ വാല്യൂ ആണ്. യെസ് 60 ട്രൂ വാല്യൂ ആണ്. മൈനസ് 16.6 എല്ലാവർക്കും പെർസെൻറ്റേജ്. മൈനസ് 16.67%. എല്ലാവർക്കും ഓക്കെ അല്ലേ? മൈനസ് 16.67%. പറഞ്ഞേ എല്ലാവർക്കും ഓക്കെ ആണോ? മൈനസ് 16.67%. യെസ് ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ് ഇവിടെ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. നമ്മൾ ഇനി ഒരു പോയിന്റ് പറയണം. പവർ ഡിസപ്പേറ്റഡ് ബൈ 60 ohm വോൾട്ട്മീറ്റർ. അല്ലെ, നമുക്ക് ഇങ്ങനെ എഴുതാം. പവർ ഡിസപ്പേറ്റഡ് ബൈ വോൾട്ട്മീറ്റർ എത്ര ആയിരിക്കും? പറയൂ. പവർ ഡിസപ്പേറ്റഡ് ബൈ ദ വോൾട്ട്മീറ്റർ.
നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് v² ചെയ്താൽ മതിയോ? ശരിയല്ലേ? യഥാർത്ഥത്തിൽ ഐഡിയൽ കേസിൽ ആ ആറിന്റെ വാല്യൂ എത്ര വരും? ഇൻഫിനിറ്റി വരും. അതുകൊണ്ട് പവർ ഡിസപ്പേറ്റ് ഒന്നും ആവില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് പ്രാക്ടിക്കലാണ്, അതുകൊണ്ട് അതിൻ്റെ അകത്ത് പവർ ഡിസപ്പേറ്റഡ് ആവും. അത് എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്? 41.6. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞേ. എല്ലാവരും കിട്ടി? എന്ത് ചെയ്തു നമ്മൾ? 50² അല്ലേ, ÷ 60. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? വാട്ടാണ് കിട്ടാൻ പോകുന്നത്. എല്ലാവർക്കും കിട്ടിയത്? ആർക്കെങ്കിലും 20 ആണോന്നോ? എവിടെ നമുക്ക് ഈ പറഞ്ഞ വി അവിടെ എത്രയാണ്? ഇതിന് ക്രോസ് വരുന്ന വി എത്രയാണ്? ബസ് ഇതാ 50 അല്ലേ? ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ഇത് 50 ആണ്. 15² ÷ 60 കിട്ടി. 60 ആണ് ആ പറഞ്ഞ നമ്മുടെ വോൾട്ടിമീറ്ററിന്റെ റെസിസ്റ്റൻസ്. ഇവിടെ വരെ എല്ലാവർക്കും ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണ്? ആർക്കെങ്കിലും എൽദോസ എല്ലാം ക്ലിയർ അല്ലേ പറഞ്ഞു വരുന്നത്? ആര്യ കൃഷ്ണൻ ബസ് ക്ലിയർ അല്ലേ? കുക്കു കിട്ടുന്നുണ്ടോ? ഇത് ഇവിടെ വരെ പറഞ്ഞ ക്ലിയർ ആണോ? യെസ്. അപ്പൊ നമ്മൾ ഇനി പറയുന്നത് എന്താണെന്നറിയോ? യഥാർത്ഥത്തിൽ പറഞ്ഞാല് ഒരു മിനിറ്റ് ഇവിടെ ശ്രദ്ധിക്കണേ. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് വോൾട്ടിമീറ്റർ റെസിസ്റ്റൻസ് ഇൻഫൈനറ്റ് ആയിരിക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ v² / 0 ആയിരിക്കും. പവർ ഒന്നും തന്നെ ഡിസപ്പേറ്റഡ് ആക്കൂല വോൾട്ടിമീറ്റർ. പക്ഷേ പ്രാക്ടിക്കൽ കേസ് വന്നപ്പോഴത്തേക്കും വോൾട്ടിമീറ്ററിന് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസ് കൊണ്ട് ഒരു പവർ ഡിസപ്പേറ്റഡ് ആയി. ഇപ്പൊ ഈ കേസിൽ നമുക്ക് എത്ര കിട്ടി? 41.6 വാട്ട് പവർ ഡിസപ്പേറ്റഡ് ആയി പോകുന്നുണ്ട് എല്ലാ സമയത്തും, അല്ലെങ്കിൽ എല്ലാ സെക്കൻഡിലും. അപ്പൊ ചോദ്യം എന്നാ ചോദിച്ചാൽ, നമ്മൾ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ വോൾട്ടിമീറ്റർ യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയാ? എന്ത് പർപ്പസിന് വേണ്ടിയാ വോൾട്ടിമീറ്റർ യൂസ് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. മെഷർ ചെയ്യാൻ വന്ന ഒരാള് സിസ്റ്റത്തിൽ നിന്ന് പവർ വലിച്ചു. ശരിക്കും പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ലാത്ത. ശരിയാണോ? ഇങ്ങനെ എഫക്റ്റ് വന്നാൽ നമ്മൾ ഒരു എഫക്റ്റ് വിളിക്കും. പറയാമോ നിങ്ങൾക്ക്? ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ നിങ്ങളോട് സംശയം ചോദിക്കുന്നത് എന്താ ചോദിച്ചാൽ, നിങ്ങൾ കേട്ടിട്ടില്ലാത്ത കാര്യം ഞാൻ ചോദിക്കില്ല. നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യങ്ങളെ ഞാൻ ചോദിക്കുകയുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്താ ചോദിച്ചാൽ, നമ്മൾ ഈ പറഞ്ഞ വോൾട്ടിമീറ്ററിനെ നമ്മുടെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നത് സിസ്റ്റത്തിന്റെ വാല്യൂ അല്ലെങ്കിൽ വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ ആ പറയുന്ന മെഷറിംഗ് ഡിവൈസ് സിസ്റ്റത്തിൽ നിന്ന് പവർ വലിച്ചു. അങ്ങനെ വന്നാൽ ഒരു എഫക്റ്റ് ആണ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന ഒരു, നമ്മൾ പറയും ആ എഫക്റ്റിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. പറയാമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? മനസ്സിലായോ എന്റെ ക്വസ്റ്റ്യൻ? എന്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, നെറ്റ്വർക്കിലോട്ട് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി ഒരു വോൾട്ടിമീറ്ററിനെ കൊണ്ടുവന്നു. വോൾട്ടിമീറ്ററിനെ കൊണ്ടുവന്ന സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ വോൾട്ടിമീറ്റർ എന്ത് ചെയ്തു? പവർ ഡിസപ്പേറ്റ് ചെയ്തു. പവർ ഡിസപ്പേറ്റ് ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എന്ത് ചെയ്തു? നമ്മുടെ ഈ പറഞ്ഞ പവർ എവിടുന്ന് വലിച്ചു? നമ്മുടെ നെറ്റ്വർക്കിൽ നിന്ന് വലിച്ചു. ഇതിനു വേണ്ടിയല്ല നമ്മൾ ആരെ വളർത്തുന്നത്. നമ്മൾ ഈ പറയും വേലി തന്നെ വിളവ് തിന്നരുതെന്ന് പറയും. കേട്ടിട്ടുണ്ടോ? വേലി വിളവ് തിന്നരുതെന്ന് പറയും. കാരണം എന്താണെന്നറിയോ? നമ്മൾ വേലി ഉണ്ടാക്കിയേക്കുന്ന വിളവ് തിന്നാൻ വേണ്ടിയല്ല എന്ന് പറഞ്ഞ പോലാണ് മെഷർ ചെയ്യാൻ വേണ്ടുന്ന ഡിവൈസ് സിസ്റ്റത്തിൽ നിന്ന് പവർ വലിച്ചെന്ന് പറഞ്ഞാൽ ആ കാണിച്ച അന്യായമാണ്. ആണോ അല്ലെന്ന് പറ. അതിനെ ഒരു പേര് വിളിക്കും, അല്ലെങ്കിൽ ആ എഫക്റ്റ് പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയോ സാലി? നമ്മുടെ സ്കിൻ എഫക്റ്റ് എന്നൊക്കെ പറയുന്ന എഫക്റ്റാണ്. അതല്ല ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. യെസ്, ലോഡിങ് എഫക്റ്റ്. നിങ്ങൾ ഇപ്പൊ പറയുമ്പോൾ ഞാൻ എന്തിനാ ഈ കാര്യമൊക്കെ പറയുന്നത് നിങ്ങൾ ചോദിക്കും. ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാം. ലോഡിങ് എഫക്റ്റ് ഞാൻ ഇവിടുത്തെ വിഷയമല്ല പറയുന്നത്, നെറ്റ്വർക്കിലെ കാര്യമല്ല പറയുന്നത്. നിങ്ങളൊരു ആംപ്ലിഫയർ കൊണ്ട് നിങ്ങളുടെ ഏതിൻ്റെ അകത്ത് കൊണ്ട് വെച്ചു, നിങ്ങളുടെ നെറ്റ്വർക്ക് കൊണ്ട് വെച്ചു. നമ്മളിപ്പം ഈ പറഞ്ഞ അനലോഗ് നിങ്ങളിപ്പോ പഠിക്കും. നിങ്ങൾ ഇവിടെ ഈ നെറ്റ്വർക്ക് പഠിക്കാൻ വന്ന തന്നെ പറഞ്ഞ് അനലോഗ് പഠിക്കാൻ വേണ്ടിയില്ല. അനലോഗിന്റെ അകത്ത് നമ്മളൊരു ആംപ്ലിഫയർ കൊണ്ട് വെക്കുമ്പോൾ ആ ആംപ്ലിഫയർ
കറണ്ട് വലിച്ചാൽ അത് ഏത് ആംപ്ലിഫയറിലാണ് മെയിനായിട്ട് വരുന്നറിയോ? ഇപ്പൊ BJT എന്ന് പറയുന്ന ആംപ്ലിഫയർ ഏതാന്ന് പറയാമോ? അതിപ്പോ ചോദിച്ചാൽ ഇനി ആംപ്ലിഫയറിൽ പോകും. അല്ലെങ്കിൽ വേണ്ട, ഫെറ്റിന്റെ ഇൻപുട്ട് വോൾട്ടേജ് ഹൈ, അല്ലെങ്കിൽ ഇൻപുട്ട് വോൾട്ടേജ്, അല്ലെങ്കിൽ വോൾട്ടേജ് ആണ് അവിടെ ഇൻപുട്ടായിട്ട് വരുന്നത്. ഇതൊക്കെ പറഞ്ഞു പോയാൽ നിങ്ങളുടെ ഭാഗത്ത് വീണ്ടും ഞാൻ പോകും. പറയൂ, BJT എന്ത് ആംപ്ലിഫയർ ആണ്? പറയാമോ? അല്ലേ വേണ്ട, അതിപ്പം നമുക്ക് ചർച്ച ചെയ്യണ്ട, നമ്മുടെ ചർച്ച മാറിപ്പോട്ടെ. ഏതായാലും ഞാനിപ്പോ പറയാം. ഇവിടെ ഇപ്പൊ വോൾട്ടിമീറ്റർ ആണ് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഉദാഹരണം പറയാം, വോൾട്ടേജ് മെഷർ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ വോൾട്ടേജ് ഇൻപുട്ട് എടുത്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ ആണ് നമ്മുടെ ഓപ്പാമ്പ്. ഓപ്പാമ്പ് ഓർമ്മയുണ്ടോ നിങ്ങൾ? ഇവിടെ VID എടുത്തിട്ടാണ്, VID ഇൻറ്റു K ആണ്, അല്ലെങ്കിൽ A ആണ് നമ്മുടെ V0. അപ്പം VID എന്ന് പറയുന്നതാണ് ഇൻപുട്ട്. ആ ഇൻപുട്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ, അല്ലെങ്കിൽ ഇൻപുട്ടിന്റെ അകത്തുനിന്ന് കറണ്ട് ഓപ്പാമ്പിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ലോഡിംഗ് എഫക്റ്റ് ഉണ്ടെന്ന് പറയും. ഇതേപോലെ നമുക്ക് BJT പറയുകയാണെങ്കിൽ അത് കറണ്ട് ഡിവൈസ് ആണ്. കറണ്ട് ഡിവൈസ് ആകുമ്പോൾ അതിനനുസരിച്ച് റെസിസ്റ്റൻസിന്റെ വാല്യൂ ഒക്കെ മാറും. അപ്പൊ എനിവേ ഒരു കാര്യം പറയട്ടെ, കറണ്ട് അകത്തോട്ട് പോയി പവർ ഡിസപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഇൻപുട്ടിലെങ്കിൽ എന്ന് പറഞ്ഞാൽ ആംപ്ലിഫയർ ആയാലും മറ്റു ഡിവൈസുകളായാലും കറണ്ട് വലിച്ചു സിസ്റ്റത്തിൽ നിന്ന് എടുത്താൽ നമ്മൾ പറയും ലോഡിംഗ് എഫക്റ്റ് ഉണ്ടെന്ന് പറയും. അപ്പൊ ഒരു കാര്യം മനസ്സിലായി. ഇപ്പൊ ഇവിടുത്തെ കേസിൽ ഈ പറഞ്ഞ നമ്മുടെ വോൾട്ടിമീറ്റർ ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്തിനാണ്? മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. വോൾട്ടിമീറ്ററിന്റെ മെഷർമെന്റ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനം സിസ്റ്റത്തിൽ നിന്ന് കറണ്ട് വലിച്ചാൽ, അല്ലെങ്കിൽ പവർ വലിച്ചാൽ നമ്മൾ പറയും ആ വോൾട്ടിമീറ്റർ ലോഡിംഗ് എഫക്റ്റ് ഉണ്ടാക്കി പറയും. ഇത് നിങ്ങൾ ആംപ്ലിഫയർ ആയി പഠിക്കുന്ന സമയത്ത് പഠിക്കും, മറ്റു കാര്യങ്ങളിലല്ല. ഈ ലോഡിംഗ് എഫക്റ്റ് എന്നുള്ള വേർഡ് കേട്ടാൽ മനസ്സിലാക്കിക്കൊള്ളുക, അത് വെച്ചിരുന്ന പർപ്പസ് അതിന് വേണ്ടിയാണ്. ഇപ്പൊ ആംപ്ലിഫൈ ചെയ്യാൻ വെച്ചാൽ സർക്യൂട്ടിൽ നിന്ന് കറണ്ട് വലിക്കരുത്, അല്ലെ പവർ വലിക്കരുത്. അത് വലിക്കാതെ യൂസ് ചെയ്യുന്നതാണ് എന്ത്? നല്ല ആംപ്ലിഫയർ. ഉദാഹരണം പറഞ്ഞാൽ ഓപ്പാമ്പിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എത്ര എന്നറിയോ? ഇൻഫൈനൈറ്റ് ആണ് അസ്യൂം ചെയ്യുന്നത്. RI ഇൻഫൈനൈറ്റ് ആയിട്ട് അസ്യൂം ചെയ്യുന്നത്. അതിന്റെ കാരണം ഇതാണ്. കാരണം അത് വോൾട്ടേജ് ഡിവൈസ് ആണ്, വോൾട്ടേജ് ടു വോൾട്ടേജ് കൺവേർട്ടർ അല്ലെങ്കിൽ ആംപ്ലിഫയർ ആണ്. അതുകൊണ്ട് അതിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്തായിരിക്കണം? ഇൻഫൈനൈറ്റ് ആയിരിക്കണം, ആസ് എ ഐഡിയൽ ഓപ്പാമ്പ്. അപ്പൊ എനിവേ നമ്മൾ അതെല്ലാം വീണ്ടും കുറച്ച് കഴിയുമ്പോൾ പറയും. അപ്പം BJT കറണ്ട്, BJTയിൽ കറണ്ട് ആണ്. കാരണം IC, അവിടെ IC ഈസ് ഈക്വൽ ടു βID ആണ് നമ്മുടെ ഇക്വേഷൻ, βIB. ശരിയല്ലേ? അപ്പൊ കറണ്ട് കൺട്രോൾഡ് കറണ്ട് ഡിവൈസ് ആണ്, അല്ലെങ്കിൽ കറണ്ട് ആംപ്ലിഫയർ ആണ്. അവിടെ കറണ്ട് ആണ് ഇൻപുട്ട്. അപ്പൊ കറണ്ട് ആകുമ്പോൾ റെസിസ്റ്റൻസ് എന്തായിരിക്കണം? ഒബിയസ്ലി 0 ആയിരിക്കും. ഇതേപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ പറയുമ്പോൾ അത് വോൾട്ടിമീറ്ററിന്റെ റെസിസ്റ്റൻസ് ഇൻഫൈനൈറ്റ് ആയിരിക്കുന്ന പോലെ അമീറ്ററിന്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കണം? ഐഡിയലി ആണ് പറഞ്ഞു വരുന്നത്. ഐഡിയലി അമീറ്ററിന്റെ റെസിസ്റ്റൻസ് 0 ഓം ആയിരിക്കും. ഇതിന്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാകുന്നുണ്ട്? ഓക്കെ ആണോ ഈ പറഞ്ഞു വന്നത്? കാരണം അമീറ്റർ നമ്മൾ കൊണ്ട് വെക്കുന്നത് സീരിയസ് ആയിട്ടാണ്. ആ സർക്യൂട്ടിൽ അവൻ എഫക്ട് ഉണ്ടാക്കും. I²R ലോ ആണ് പവർ വരുന്ന ഇക്വേഷൻ. R അപ്പൊ 0 ആയില്ലെങ്കിൽ അത് ഒരു പവർ ഡിസപ്പേഷൻ ഉണ്ടാക്കും, അതൊരു ലോഡിംഗ് എഫക്ട് ഉണ്ടാക്കും സർക്യൂട്ടിൽ. ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമല്ല. എല്ലാവർക്കും ക്ലിയർ ആണ്? അപ്പൊ ഇത് നിങ്ങളിപ്പം ഈ അമീറ്ററും വോൾട്ടിമീറ്ററും ഒക്കെ ഇലക്ട്രിക്കലാണ് ബേസിക്കലി പറയുന്നെങ്കിൽ, ഇതേ കാര്യം തന്നെ നിങ്ങൾ എവിടെ പറയുന്നുണ്ട്? നിങ്ങളുടെ ഓപ്പാമ്പിലും നിങ്ങളുടെ ആംപ്ലിഫയറിലും എല്ലാം പറയുന്നുണ്ട്. എല്ലാവർക്കും ക്ലിയർ അല്ലേ? യെസ്, എല്ലാവർക്കും ഓക്കെ ആണ്. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തെ നമ്മൾ പറഞ്ഞു തന്നത് ഞാൻ ചോദിച്ചാൽ, പെർസെൻറ്റേജ് എറർ എന്താന്ന് പറഞ്ഞു, പാരലൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസിന്റെ വാല്യൂ ഒക്കെ വെച്ചിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ലോഡിംഗ് എഫക്ട് എന്താന്ന് പറഞ്ഞു. എല്ലാവർക്കും ഓക്കെ അല്ലേ? ഇവിടം വരെ ഓക്കെ ആണോ? ഇത് പറയൂ പറയൂ പറയൂ. മുന്നോട്ട് പോക്കോട്ടെ. അശ്വര, ഷഹീന, കുക്കു, നയന, ഐശ്വര്യ, ജോസെ ഓക്കെ അല്ലേ? എൽദോസെ, ബസിത, ആര്യ, മഞ്ജുശ്രീ, രേവതി, മൃദുല പറഞ്ഞേ ക്ലിയർ അല്ലേ? സാലി, ക്രിസ്റ്റീന, റിൻസി, രമ്യ ഓക്കെ ആണോ? വിജയറാണി, ജിഷാമോൾ, നീതു ഓക്കെ അല്ലേ പറഞ്ഞു വരുന്നത്? സിത്താര, സംഗീത, നിരുപമ എല്ലാവർക്കും ഓക്കെയാണ്? ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം.
ശരിയാണ്, ശരിയാണ്. യെസ് യെസ് യെസ്, എല്ലാവർക്കും കിട്ടുന്നുണ്ടോ ഇത്? യെസ് യെസ് യെസ്. യെസ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. എല്ലാവർക്കും ചെയ്തു വാ. നോക്ക് നോക്ക്, ചെയ്തു നോക്ക് ബസിത. V12 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം പറയാം. എന്താണ് V1 മൈനസ് V2? അപ്പൊ V1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാര്യം പറയാം. എന്താണ് ഇവിടുത്തെ വോൾട്ടേജ് V1, ഇവിടുത്തെ വോൾട്ടേജ് V2. അപ്പൊ ആ രണ്ട് പോയിന്റിലെ വോൾട്ടേജ് നമുക്ക് കണ്ടുപിടിക്കും. ശരിയല്ലേ? യെസ് യെസ്, ചെയ്തു വാ ചെയ്തു വാ. യെസ്, കിട്ടുന്നുണ്ട് എല്ലാവർക്കും. യെസ് യെസ്. സിത്താര, നീതു, ജിഷാമോൾ, വിജയറാണി പറഞ്ഞേ. പ്രിൻസിക്ക് ആൻസർ കിട്ടിയോ? ക്രിസ്റ്റീന, സാലിക്ക് ആൻസർ കിട്ടിയോ? മൃദുലയ്ക്ക് കിട്ടിയോ? രേവതി, മഞ്ജുശ്രീ പറഞ്ഞേ. ബസുത കിട്ടിയോ ആൻസർ? ഐശ്വര്യക്ക് കിട്ടിയോ ആൻസർ? യെസ്, നയനക്ക് കിട്ടി അല്ലേ? പറയൂ പറയൂ പറയൂ, ബാക്കിയുള്ളവരുടെ പറഞ്ഞു. ഐശ്വര്യ ചെയ്തു നോക്ക്, ചെയ്തു നോക്ക്, കിട്ടും കിട്ടും. അറിയാനൊന്നുമില്ല, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ അതിൻ്റെ അകത്ത്. നീതു ചെയ്തു നോക്ക്, ചെയ്തു നോക്ക്, വളരെ സിമ്പിളായിട്ട് കിട്ടും. ഞാനിപ്പോൾ ആൻസർ പറയുമ്പോൾ നിങ്ങൾ പറയാം അയ്യോ ഇത്ര ഉണ്ടായിരുന്നുള്ളത്.
വസ്തുതയ്ക്ക് കിട്ടി അല്ലേ? യെസ് യെസ് യെസ്. യെസ് യെസ്. ബാക്കിയുള്ളവരുടെ പറഞ്ഞു. ഐശ്വര്യ, അവിടെ ഒരു 16 വരും, അത് നമുക്ക് പറയാം, ചർച്ച ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന പോയിന്റ് ഉണ്ടെന്നറിയോ? ഒരു മിനിറ്റ് ശ്രദ്ധിക്കൂ. നമ്മൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിലൊക്കെ കിട്ടുമ്പോഴല്ലോ ആദ്യം ഗ്രൗണ്ട് അങ്ങ് 0 ആക്കും. ഈ പറയുന്ന താഴത്തെ നോഡിനെ നമ്മൾ വിളിക്കുന്ന പേര് നമ്മൾ റെഫറൻസ് ആയിട്ട് അങ്ങ് എടുക്കുക. ഇതിനെ വെച്ചിട്ട് നമുക്ക് ബാക്കിയെല്ലാം പറയാൻ പറ്റും. അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഒരു റെഫറൻസ് കിട്ടി പറ്റും. അപ്പൊ ഈ സ്ഥലം നമ്മൾ എന്ത് വിളിച്ചു? ഗ്രൗണ്ട് അല്ലെങ്കിൽ ഡേറ്റം എന്ന് വിളിക്കും. ഇത് ഗ്രൗണ്ട് എന്ന് തന്നെ എഴുതിയേക്കാം. ഗ്രൗണ്ട് നോഡ് അല്ലെങ്കിൽ ഡേറ്റം, DATUM, ഡേറ്റം എന്നൊക്കെ വിളിക്കാറുണ്ട്. അത് അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ഗുണമുണ്ട്, 0 വോൾട്ട്. ഇത് 0 വോൾട്ട് ആണെങ്കിൽ ഇവിടെ 16 വോൾട്ട് ഉള്ളതുകൊണ്ട് ഇവിടുത്തെ വോൾട്ട് എത്രയായിരിക്കും ചോദിച്ചാൽ 16 വോൾട്ട് ആയിരിക്കും. ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ക്ലിയർ അല്ലേ പറഞ്ഞു വരുന്നത്? പറഞ്ഞേ. ഓക്കെ അല്ലേ? 16 വന്നു അവിടെ. മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞു വരുന്നത്? കാരണം താഴത്തെ വോൾട്ടേജ് 0 ആണ്, ഇവിടെ വോൾട്ടേജ് സോഴ്സ് വെച്ചിട്ടുണ്ട്, അതിന്റെ വോൾട്ടേജ് 16 ആയതുകൊണ്ട് ഈ പോയിന്റിലെ വോൾട്ടേജ് 16 കിട്ടി. അപ്പൊ ഇങ്ങനെ ഇത് രണ്ടെണ്ണം കറണ്ട് ഒന്നും ഇങ്ങോട്ടേക്ക് പോകുന്നില്ല. കറണ്ട് I എത്രയാണ്? 0 ആണ്, കാരണം ഓപ്പൺ ചെയ്തിട്ടേക്കാണ്. അതുകൊണ്ട് ഇത് രണ്ടും എന്താണ്? സീരീസ് ആണ്. റെസിസ്റ്റൻസ് ഇതിന്റെ രണ്ടും കിട്ടും 8 ഓം കിട്ടും. 16 വോൾട്ട് 8 ഓമിന് അക്രോസ് കൊടുത്താൽ ഇവിടേക്കുള്ള കറണ്ട് എത്രയായിരിക്കും? 2 ആംപിയർ. ഇതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? പറയൂ. ഈ 2 ആംപിയർ കിട്ടിയതിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? വേറൊന്നുമില്ല, 5 ഓമും 3 ഓമും സീരീസ് ആണ്. അങ്ങനെ ആകുമ്പോൾ 8 ഓം കിട്ടി. അക്രോസ് കൊടുത്തേക്കുന്നത് 16 വോൾട്ട് ആണ്, അതുകൊണ്ട് 2 ആംപിയർ കിട്ടി. ഓക്കെ ആണ് ഇത്? റിൻസിക്ക് നോ എന്ന് പറഞ്ഞേക്കുന്നത് ഡൗട്ട് ഉണ്ടെന്നാണോ? പറയൂ. റിൻസി, ആൻസർ ക്ലിയർ അല്ലേ? 16 വോൾട്ട് കിട്ടിയതും 2 ആംപിയർ കിട്ടിയതും മനസ്സിലായോ? ഇല്ല, അതെന്താ സംശയം? ഗ്രൗണ്ട് 0 കൊടുത്തില്ലേ? ഇവിടെ നമ്മൾ 0 വോൾട്ട് കൊടുത്തു, ഇത് ക്ലിയർ ആണ്. അപ്പൊ ഈ പോർഷനിലെല്ലാം എത്ര വോൾട്ടേജ്? 0 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു 16 വോൾട്ട് സോഴ്സ് ഉണ്ടെങ്കിൽ ഈ പോയിന്റിലെ വോൾട്ടേജ് 60 കിട്ടിയില്ലേ? കിട്ടിയോ റിൻസി? പറയൂ. അവിടെ 16 വോൾട്ട് കിട്ടിയോ?